നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓൺലൈൻ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. വിക്ടേഴ്സ് ചാനൽ വഴി സ്കൂൾ കുട്ടികൾക്കുള്ള പഠനം കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളും അതുപോലെ കോളേജുകളും ഒക്കെ സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് മുതലായ ലൈവ് വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ലൈവായിട്ട് ക്ലാസ് കൊടുക്കുന്നു. ഇതിനെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും സ്മാർട്ട് TV, ടെലിവിഷൻ ഒക്കെയാണ് കൊടുക്കുന്നത്. ഇത്തരം സാധനങ്ങൾ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ കുട്ടിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഏതൊക്കെ തരത്തിൽ കുട്ടി ദുരുപയോഗം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ കുട്ടിയെ ഏതൊക്കെ തരത്തിൽ ഇത് ഉപയോഗിച്ച് മറ്റുള്ളവർ ചൂഷണം ചെയ്യപ്പെടാം എന്നൊക്കെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ പഠനത്തിന് വേണ്ടി മൊബൈൽ ഫോണും ലാപ്ടോപ്പും കുട്ടിക്ക് കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിച്ച് ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യപ്പെടാം, അല്ലെങ്കിൽ അവർ ഏതൊക്കെ ചതിക്കുഴികളിലേക്ക് ഇതിലൂടെ ചെന്നുപെടാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. മൊബൈൽ ഫോൺ കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കുന്ന ഒരു രക്ഷിതാവാണ് താങ്കളെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരിക്കേണ്ടതാണ്. ഒട്ടനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. അപ്പോൾ ഇതിൽ ആദ്യത്തേത്, നമ്മുടെ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അധികം നേരം യൂസ് ചെയ്യുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എല്ലാവിധ ലാപ്ടോപ്പിലും എല്ലാ മൊബൈൽ ഫോണിലും ഉള്ള ഒരു സംവിധാനമാണ് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന സംവിധാനം. അപ്പോൾ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എനേബിൾ ചെയ്ത് കൊടുക്കുക. അത് ചില ഫോണുകളിലോ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയ ശേഷം ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിൽറ്റർ അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഫോണിൽ നിന്നും വരുന്ന തീവ്രമായ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് കണ്ണിന് ഒരുപാട് പ്രോബ്ലം വരത്തില്ല. കുറച്ചധികം നേരം നോക്കിക്കഴിഞ്ഞാലും വലിയ രീതിക്ക് സ്ട്രെയിൻ എടുക്കാതെ തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും. അത്തരമൊരു ആപ്ലിക്കേഷനാണ് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ. അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കുട്ടിക്ക് കൊടുക്കുക. ലാപ്ടോപ്പിലും അതേ ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. അതും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, പല മാനേജ്മെന്റ് സ്കൂളുകളും കോളേജുകളും ഒക്കെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളും കോളേജുകളും സർക്കാർ കോളേജുകളും എല്ലാം തന്നെ ഇപ്പോൾ വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഞാൻ പ്രൈവറ്റ് സ്കൂളുകൾ ഉദ്ദേശിച്ചത് സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ ഇപ്പോൾ കൊടുക്കുന്നത് വിക്ടേഴ്സ് ചാനൽ വഴി ക്ലാസ്സാണ്. മറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഇപ്പോഴും ഈ ഒരു സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് മുതലായ ഓൺലൈൻ ലൈവ് ആയിട്ട് ക്ലാസ് കൊടുക്കുന്നത്, അതായത് വീഡിയോ കോളിംഗ് മുഖേന ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അത്തരം ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇത്തരം ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് തികച്ചും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളല്ല. നമ്മുടെ വാട്സാപ്പ് പോലെ അല്ലെങ്കിൽ സ്കൈപ്പ് പോലെയൊക്കെ വീഡിയോ കോൾ, മറ്റൊരാളുമായി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. ഒന്നിലധികം ആൾക്കാരുമായി നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ആപ്ലിക്കേഷനുകളാണ്. ഇത് ഒരിക്കലും വിദ്യാഭ്യാസ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പഠനാവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് പഠനത്തിന് മാത്രമല്ല, മറ്റ് എന്താവശ്യത്തിനും ഉപയോഗിക്കാം. മറ്റൊരു ആളുമായി കണ്ട് സംസാരിക്കുവാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കുട്ടിക്ക് ഈ ഫോൺ കൊടുക്കുന്ന സമയത്ത് ഒന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ കുട്ടി ഇത് പഠന ആവശ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പഠന ഗ്രൂപ്പിൽ മാത്രമാണോ ജോയിൻ ചെയ്യുന്നത്, മറ്റാരുമായെങ്കിലും വീഡിയോ കോളിൽ ഏർപ്പെടുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഓൺലൈൻ ക്ലാസിന്റെ സമയങ്ങൾ എപ്പോഴൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു സമയത്ത് മാത്രം ഈ ഒരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ കുട്ടിക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത സമയങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കുട്ടിക്ക് തുറന്നു കൊടുക്കാതിരിക്കുക. കാരണം ഇത് ഉപയോഗിച്ച് കുട്ടിയെ ആർക്ക് വേണമെങ്കിലും വിളിക്കാം, കുട്ടിക്ക് മറ്റാരെങ്കിലും വിളിക്കാം. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമത് പറയേണ്ടത്, ഓൺലൈൻ ക്ലാസ്, അതായത് സൂം അല്ലെങ്കിൽ മീറ്റിനകത്തുള്ള ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്റ്റഡി മെറ്റീരിയലും PDF ഫയലുകളൊക്കെ കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നത് അധ്യാപകര് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ്. അതായത് നിങ്ങളുടെ വീട്ടിലിപ്പോൾ കുറച്ച് പ്രായമായ ഒരു പെൺകുട്ടിയാണ്, ഒരു 10-12 വയസ്സായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തേക്ക് ആഡ് ചെയ്ത്, നമുക്കറിയാം വാട്സാപ്പിനകത്ത് ഗ്രൂപ്പിനകത്തേക്ക് ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്ത് 10-250 മെമ്പേഴ്സ് ആകും. ആ മെമ്പേഴ്സിന് അത്രയും ഈ ഒരു നമ്പർ കിട്ടും. ഈ നമ്പർ ഏതൊക്കെ തരത്തിൽ ദുരുപയോഗിച്ചത് പെട്ടു പോകാം എന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. പല തരത്തിലുള്ള ആൾക്കാരാണ് ഇതിനകത്തേക്കുള്ളത്. അപ്പോൾ ഈ 250 പേരുടെയും സ്വഭാവം നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. 250 പേരുടെയും കയ്യിൽ ഈ മൊബൈൽ നമ്പർ കിട്ടുകയാണ് നമ്മുടെ വീട്ടിലെ മുതിർന്ന പെൺകുട്ടിയുടെ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക്, സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് വീട്ടിലെ പെൺകുട്ടിയുടെ നമ്പർ, പെൺകുട്ടിക്ക് സ്വന്തമായൊരു മൊബൈൽ ഫോണും സിം കാർഡും ഉണ്ടെങ്കിൽ ആ ഒരു നമ്പർ കൊടുക്കാതിരിക്കുക. മാതാവിന്റെ നമ്പരും കൊടുക്കാതിരിക്കുക.
വീട്ടിൽ ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതാകുമ്പോൾ വലിയ പ്രോബ്ലം വരത്തില്ല. കാരണം സ്ത്രീകളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ആൾക്കാരാണ്, അവരുടെ മെന്റാലിറ്റി ഇങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അത് പിന്നീട് ഭാവിയിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരം പബ്ലിക് ഗ്രൂപ്പുകളിലേക്ക് നമ്പർ കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന പുരുഷന്മാരുടെയോ ആരുടെയെങ്കിലും ഫോൺ നമ്പർ മാത്രം കൊടുക്കുക. ആ നമ്പറിലേക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പറയുക. അതാണ് സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിക്ടേഴ്സ് ചാനൽ മുഖേന ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് വിക്ടേഴ്സ് ചാനൽ കാണാൻ സാധിക്കുക. ഒന്ന് ടെലിവിഷനിലൂടെ കാണാൻ സാധിക്കും, രണ്ടാമത്തേത് യൂട്യൂബ് ചാനലിലൂടെ അവരത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെയും അവർ ആ ഒരു ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് ലൈവായിട്ട് നടക്കുന്ന സമയത്ത് ടി വിയിൽ അത് മിസ്സായി പോയ ആൾക്കാർ അല്ലെങ്കിൽ വിട്ടുപോയ ആൾക്കാർക്ക് ഒന്നെങ്കിൽ യൂട്യൂബിൽ കയറി ആ ഒരു വീഡിയോ ക്ലാസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് കയറിയിട്ടും ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുട്ടിക്ക് കാണാൻ കൊടുക്കുന്ന മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന യൂട്യൂബോ ഫേസ്ബുക്കോ നമ്മൾ മുതിർന്നവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടാണ്. അപ്പോൾ മുതിർന്നവർ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ആകുമ്പോൾ നമ്മൾ അതിനകത്ത് കാണുന്ന കണ്ടന്റുകൾ അത്തരത്തിലുള്ള കണ്ടന്റുകളായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒരു വീഡിയോ കണ്ടിട്ട് അതിന്റെ തൊട്ട് താഴെ മറ്റ് വീഡിയോകൾ സജഷനായിട്ട് വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയുമായി ബന്ധപ്പെട്ട വീഡിയോകളായിരിക്കും പിന്നീട് താഴേക്ക് വന്ന് കിടക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഒരു അഡൾട്ട് കണ്ടന്റ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സെർച്ച് ചെയ്ത് കണ്ടുവന്ന് കിട്ടുക. തുടർന്ന് വരുന്ന സജഷൻസ് എല്ലാം അതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ കുട്ടിക്ക് വിക്ടേഴ്സ് ചാനൽ കണ്ടോളൂ എന്ന് പറഞ്ഞ് സ്മാർട്ട് ഫോൺ കൊടുക്കുകയാണ്. കുട്ടി അത് വിക്ടേഴ്സ് ചാനൽ കാണാൻ വേണ്ടി തുറന്നാലും അതിനകത്തേക്ക് വരുന്ന സജഷൻസ് കുട്ടി കാണാൻ പാടില്ലാത്ത കണ്ടന്റുകളായിരിക്കും വരിക. അത്തരം ഒരു സാഹചര്യത്തിൽ അത് കുട്ടിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. അത്തരം സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആയാലും സെറ്റിംഗ്സിലേക്ക് പോയ ശേഷം അവിടെ ജനറൽ എന്ന ഭാഗത്ത് ഇതിന്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കളയുക, വാച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കളയുക. നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടതെന്നോ ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കളഞ്ഞ ശേഷം മാത്രം കുട്ടിക്ക് കൊടുക്കുക. കഴിയുമെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡി തന്നെ അതിൽ നിന്നും സൈൻ ഔട്ട് ചെയ്ത ശേഷം കുട്ടിയുടെ പേരിൽ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അത് സൈൻ ചെയ്ത് കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സജഷൻസും കുട്ടിക്ക് വരികയില്ല. അപ്പോൾ അത്തരത്തിൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ യൂട്യൂബ് നമുക്ക് കുട്ടിക്ക് വിക്ടേഴ്സ് ചാനൽ കാണാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അതിൽ വിക്ടേഴ്സിന് പകരം കുട്ടി വേറെ എന്തൊക്കെയാണ് കണ്ടതെന്ന് നമ്മൾ പരിശോധിക്കണം. അതിനുവേണ്ടി യൂട്യൂബിനകത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വാച്ച് ഹിസ്റ്ററി, സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടി വേറെ എന്തൊക്കെ വീഡിയോകളാണ് അവിടെ കണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അത് ഒന്ന് മോണിറ്റർ ചെയ്യുക. പിന്നെ യൂട്യൂബിനകത്ത് ഇപ്പോൾ അഡൽട്ട് കണ്ടന്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിനകത്ത് സെറ്റിംഗ്സ് തന്നെ അവിടെ റെസ്ട്രിക്റ്റഡ് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി കാണാൻ പാടില്ലാത്ത അഡൽട്ട് കണ്ടന്റുകളൊന്നും തന്നെ അവിടെ ഷോ ചെയ്യില്ല. അതും ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ട് കൊടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അവിടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ അവിടെ റെസ്ട്രിക്റ്റഡ് മോഡ് എനേബിൾ ചെയ്യാൻ സാധിക്കും. അത് നിർബന്ധമായും എനേബിൾ ചെയ്ത് തന്നെ കുട്ടിക്ക് കൊടുക്കുക. കാരണം കുട്ടിക്ക് വിക്ടേഴ്സ് ചാനൽ മാത്രം കണ്ടാൽ മതിയല്ലോ, മറ്റുള്ള കണ്ടന്റുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ യൂട്യൂബിനകത്തേക്ക് ഇപ്പോൾ വരുന്ന പരസ്യങ്ങൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്തോ എവിടെയായാലും വരുന്ന പരസ്യങ്ങൾ അത് കുട്ടിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പരസ്യങ്ങളായിരിക്കും വരിക. കാരണം നമ്മൾ മുതിർന്ന ഒരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണാണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ അതിൽ വരുന്ന പരസ്യങ്ങൾ നമ്മുടെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ മുൻപ് സെർച്ച് ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും, അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളായിരിക്കും അതിനകത്തേക്ക് കാണിക്കുക. അത്തരം സാഹചര്യത്തിൽ ഈ പരസ്യങ്ങൾ നമുക്ക് അതും കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലേക്ക് പോയ ശേഷം അവിടെ പേരന്റൽ കൺട്രോൾ നമുക്ക് എനേബിൾ ചെയ്തിടാം, പാസ്വേഡ് കൊടുത്ത് എനേബിൾ ചെയ്തിടാം. അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പേരന്റൽ കൺട്രോൾ ഉപയോഗിച്ച് കുട്ടി ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന് ഏതെങ്കിലും പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് മറ്റുള്ള സൈറ്റുകളിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ തടയാൻ സാധിക്കും. അതും ഒന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ എല്ലാ സ്മാർട്ട് ഫോണിനകത്തും ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോണിൽ ഏത് ആപ്ലിക്കേഷൻ എത്ര മിനിറ്റ് ഉപയോഗിച്ചു, എത്ര മണിക്കൂർ ഉപയോഗിച്ചു, എത്ര മണിക്ക് ഏത് ആപ്പ് തുറന്നു, എത്ര മണിക്ക് ആ ആപ്പ് ക്ലോസ് ചെയ്തു, എത്ര നേരം ആ ആപ്ലിക്കേഷനിൽ കുട്ടി ചിലവഴിച്ചു എന്നിങ്ങനെയുള്ള വ്യക്തമായ വിവരങ്ങൾ കാണിച്ചു തരുന്ന ഒരു ഫീച്ചറാണ് ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ അത് തീർച്ചയായും കാണും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും അത് ലഭ്യമാണ്. ആ ഫീച്ചർ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കും. അതെടുത്ത ശേഷം അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ യൂട്യൂബ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു മണിക്കൂർ, ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആ ഒരു മൊബൈൽ ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ശേഷം കുട്ടിക്ക് കൊടുക്കുക. നമുക്ക് കുട്ടിയുടെ ക്ലാസ് എപ്പോഴൊക്കെയാണെന്ന് ടൈം
കൃത്യമായി മനസ്സിലാക്കിയ ശേഷം ആ ടൈം അവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് മാത്രം ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് കടക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടി അനാവശ്യമായി ഇത് യൂസ് ചെയ്യുന്നത് തടയാൻ സാധിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ വെൽബീയിങ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുട്ടി എത്ര സമയം ഇതൊക്കെ യൂസ് ചെയ്തു, ഓവറായിട്ടാണ് യൂസ് ചെയ്തത് എന്നൊക്കെ നമുക്ക് അറിയാനും ഇതിലൂടെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ നൽകുന്ന മറ്റൊരു സേവനമാണ് ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് നമുക്ക് ഇതുപോലെ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷനുകളും എത്രയൊക്കെ സമയം യൂസ് ചെയ്യണമെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ മീറ്റോ സൂമോ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത്ര സമയം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ഫാമിലി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കുട്ടിയുടെ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന്റെ പേരന്റ് വെർഷൻ പേരന്റിന്റെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. പേരന്റിന്റെ ഫോണിൽ ഇരുന്നുകൊണ്ട് കുട്ടിയുടെ ഫോൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കുട്ടി ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. കുട്ടിയുടെ ഫോൺ എപ്പോൾ ലോക്ക് ആവണമെന്ന് തീരുമാനിക്കാം. ആ ലോക്ക് ആയി കഴിഞ്ഞാൽ എത്ര മണിക്കൂറിന് ശേഷം അത് അൺലോക്ക് ആവണമെന്ന് തീരുമാനിക്കാം. എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതും ഒന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ്. ഇതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. പെയ്ഡ് ആയിട്ടുള്ള കൊസ്റ്റോഡിയോ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ മുമ്പ് കൊസ്റ്റോഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക. അപ്പോൾ കൊസ്റ്റോഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പേരന്റൽ കൺട്രോളിംഗ് ആപ്ലിക്കേഷനാണ്. കുട്ടി ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഫോണിനകത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നമ്മുടെ ഫോണിൽ ഇരുന്നു കൊണ്ട് അറിയാൻ സാധിക്കും. അപ്പോൾ കുട്ടിയുടെ ഫോണിനകത്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന്റെ പേരന്റ് വെർഷൻ പേരന്റിന്റെ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ രക്ഷകർത്താവിന്റെ ഫോണിൽ ഇരുന്നു കൊണ്ട് കുട്ടിക്ക് കൊടുത്ത ഫോണിൽ ആ കുട്ടി എന്തൊക്കെയാണ് ആക്ടിവിറ്റികൾ ചെയ്യുന്നതെന്ന് തീരുമാനിക്കാനും ആ ആക്ടിവിറ്റികൾ നമുക്ക് ബ്ലോക്ക് ചെയ്യുവാനും ആ കുട്ടിക്ക് വരുന്ന കോളുകൾ മെസ്സേജുകൾ എല്ലാം തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യുവാനും എല്ലാം ഈ ഒരു കൊസ്റ്റോഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതും ഒന്ന് എല്ലാ രക്ഷിതാക്കളും ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫോണിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ഡെബിറ്റ് കാർഡ് വിവരങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫോണാണെങ്കിൽ ഈ കുട്ടി ഇതിലേക്ക് കയറി യൂട്യൂബിലോ മറ്റെവിടെയെങ്കിലും ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ വരുന്ന പരസ്യം ഒരു ഗെയിമിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗെയിമോ മറ്റോ ഡൗൺലോഡ് ചെയ്യപ്പെട്ടോ എന്ന് കരുതുക. നമുക്കറിയാം പല ഗെയിമുകളിലും കൂടുതൽ അഡീഷണൽ ഫീച്ചേഴ്സ് കിട്ടുന്നതിന് വേണ്ടി കോയിനുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അത്തരം കോയിനുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെയോ ഡെബിറ്റ് കാർഡിന്റെയോ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ അത്തരം വിവരങ്ങൾ സേവ് ചെയ്ത ഫോണാണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിൽ കുട്ടി ഇത് ഗെയിം കളിക്കുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം അത് ക്ലിക്ക് ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം ആ ഒരു സൈറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ കുട്ടി അറിയാതെ ഏതൊക്കെ സൈറ്റുകളിലാണ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഏതൊക്കെ ഭാഗത്തേക്കാണ് പോയതെന്ന് പണം പോയതെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ അത്തരം രീതിയിൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിനകത്തായാലും ഇത്തരം പരസ്യങ്ങൾ കയറി വരാനും ആ കുട്ടി അത്തരം പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്ത് മറ്റ് സൈറ്റുകളിലേക്ക് പോയിപ്പെടാനും സാധ്യതയുണ്ട്. അതും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഗൂഗിൾ ക്രോമിന്റെ അകത്ത് എപ്പോഴും കുട്ടിക്ക് ഫോൺ കൊടുക്കുമ്പോഴും തിരിച്ചു വാങ്ങുമ്പോഴും ഗൂഗിൾ ക്രോമിന് ഹിസ്റ്ററി ചെക്ക് ചെയ്ത ശേഷം മാത്രം കൊടുക്കുക. കുട്ടി ഏതൊക്കെ വെബ്സൈറ്റുകളാണ് സന്ദർശിച്ചതെന്ന് നോക്കുക. ആ പഠന സംബന്ധമായ സൈറ്റ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സൈറ്റ് അവിടെ ഹിസ്റ്ററിയിൽ കാണുന്നുണ്ടോ എന്ന് സ്ഥിരം മോണിറ്റർ ചെയ്യുക. അത്തരം ഒരു സൈറ്റ് കാണുന്നുണ്ടെങ്കിൽ അത് കുട്ടിയെ പറഞ്ഞു വിലക്കുക. അത്തരം സൈറ്റിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലാണ് ഗൂഗിൾ ക്രോം കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് ആഡ് ബ്ലോക്കർ എന്ന് പറയുന്ന പ്ലഗിനൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പരസ്യങ്ങളൊന്നും കയറി വരത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ട് ഒക്കെ മുതലായ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി അറിയാതെ അത് ആപ്ലിക്കേഷനിൽ കയറി അതിനകത്ത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കാണുകയാണ്, ചോക്ലേറ്റോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടമോ ഒക്കെ കാണുകയാണ്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടമാണെങ്കിൽ കുട്ടി അത് ഓർഡർ കൊടുക്കും. ഓർഡർ കൊടുക്കാനൊക്കെ ഇപ്പോൾ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആണ് കുട്ടികൾ. ഇപ്പോൾ യൂട്യൂബിനകത്ത് തന്നെ മൊബൈൽ ഫോണിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ മലയാളത്തിൽ ലഭ്യമാണ്. അതൊക്കെ കണ്ട് കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് അറിയാം. രക്ഷിതാക്കളേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് ഇന്നത്തെ കുട്ടികൾ. അതുകൂടി ഓർക്കുക. അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു, നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് സാധനം വീട്ടിന്റെ മുറ്റത്ത് എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുക ഈ ഒരു സംഭവം ഓർഡർ ആയതും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പേയ്മെന്റ് നടന്നതൊക്കെ. അപ്പോൾ അത്തരം പ്രോബ്ലംസും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായും ഈ കൊസ്റ്റോഡിയോ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പേരന്റൽ കൺട്രോളിംഗ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം കൊടുക്കുക. കുട്ടിയുടെ ആക്ടിവിറ്റികൾ എല്ലാം സ്ഥിരമായി മോണിറ്റർ ചെയ്യുക. ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെന്ന് സ്ഥിരമായി മോണിറ്റർ ചെയ്യുക. ഡിജിറ്റൽ വെൽബീയിങ്ങിനകത്ത് നോക്കി കുട്ടി ഓരോ മണിക്കൂറും എത്ര മണിക്കൂർ ഒരു ആപ്ലിക്കേഷൻ ചിലവഴിച്ചു എന്ന് നോക്കുക. നിങ്ങളുടെ ക്ലാസിന്റെ സമയത്തല്ല, കുട്ടിയുടെ ക്ലാസ് നടക്കുന്നതെന്ന് അറിയാലോ, ആ സമയത്തല്ലാതെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ അധിക നേരം കുട്ടി ഇരിക്കുന്നുണ്ടോ എന്ന് ഡിജിറ്റൽ വെൽബീയിങ് എടുത്തു നോക്കി അത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ.
പറഞ്ഞാൽ ഇവിടെയൊന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് ഇനിയും കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനായിട്ടുണ്ട്. ബാക്കി നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് രക്ഷിതാക്കളെക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. ഇന്റർനെറ്റിന്റെ ലോകത്ത് നല്ലത് മാത്രമല്ല ഉള്ളത്, ചീത്തയുമുണ്ട്. വഴിതെറ്റി പോകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇത് എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കിയിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരാരും തന്നെ ഇത്തരം ടെക്നോളജി സംബന്ധമായ കാര്യങ്ങളിൽ അത്ര പരിജ്ഞാനമുള്ളവരായിരിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇതുപോലുള്ള ടെക്നോളജി സംബന്ധമായ വീഡിയോകൾ യൂട്യൂബിലോ വാട്സാപ്പിലോ ഒക്കെ ലഭിച്ചാലും അവരത് സ്കിപ്പ് ചെയ്ത് കളയുകയാണ് പതിവ്. അത് കാണാൻ മെനക്കെടാറില്ല. എന്നാൽ അത്തരം ആൾക്കാർക്ക് ദയവായി ഒരു വീഡിയോ അയച്ചു കൊടുത്ത് അവരെ കൂടി ഇത് ബോധവൽക്കരിക്കുക. എങ്ങനെ ഇതൊക്കെ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.